ഓം ശാന്തി. ഇന്നത്തെ മുരളിയുടെ ചർച്ചയിലേക്ക് കടക്കാം. ഇന്നത്തെ തീയതി 25/5/2026. ബാബയുടെ മുരളി ചർച്ച ചെയ്യാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളൊരു യുദ്ധഭൂമിയിലാണെന്ന് കരുതുക. നിങ്ങൾ പൂർണ്ണ സജ്ജനാണ്. അതെ, നല്ല ഒരു ആയുധങ്ങളൊക്കെ ആയിട്ട്. കൃത്യമായിട്ട്. പക്ഷേ നിങ്ങളുടെ ഏറ്റവും അപകടകാരിയായ ശത്രു തോക്കേന്തി നിൽക്കുന്നൊരു സൈനികനല്ല, മറിച്ച് നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്ന നിങ്ങളുടെ സ്വന്തം പ്രതിരൂപമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? ഓ, അത് ഒരു വല്ലാത്ത അവസ്ഥ തന്നെയായിരിക്കും. അതെ, നമുക്കുള്ളിൽ തന്നെയുള്ള ഈ അതിശക്തനായ ശത്രുവിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഈ ആഴത്തിലുള്ള പഠനത്തിൽ നമ്മൾ നോക്കുന്നത്. നമ്മുടെ തന്നെ കർമ്മേന്ദ്രിയങ്ങളെ പൂർണ്ണമായും നിയന്ത്രിച്ച് എങ്ങനെ ആത്മീയ വിജയം നേടാം എന്നതാണ്, ഇന്നത്തെ ഈ ചർച്ചയുടെ പ്രധാന ലക്ഷ്യം. വളരെ രസകരമായൊരു തുടക്കമാണിത് കേട്ടോ. കാരണം ബാബ ഇന്നത്തെ മുരളിയിൽ നൽകുന്ന പ്രധാന സന്ദേശവും ഇത് തന്നെയാണ്. അതായത്, കർമാതീതമായി മാറുന്നതിനു വേണ്ടി ഏതൊരു കർമ്മേന്ദ്രിയവും ഒരിക്കലും ചഞ്ചലപ്പെടുകയില്ല എന്ന് നാം നമ്മളോട് തന്നെ പ്രതിജ്ഞ ചെയ്യണം എന്ന് ബാബ വളരെ കൃത്യമായി പറയുന്നുണ്ട്. തീർച്ചയായും. ഒരു കർമ്മേന്ദ്രിയങ്ങളിലൂടെയും വികർമ്മങ്ങൾ ചെയ്യരുത് എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി. ഇതിപ്പോ വെറുതെയുള്ള ഉപദേശമല്ല, മറിച്ച് നമ്മുടെ ആത്മീയ നിലനിൽപ്പിന്റെ തന്നെ അടിസ്ഥാനമാണ്. അതെ, നമുക്കിതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ തലത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? ഇന്നത്തെ മുരളിയിൽ ബാബ ഒരു ആത്മീയ സേനയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. 14 വയസ്സുള്ള കുട്ടികളും 90 വയസ്സുള്ള വൃദ്ധരുമുള്ളൊരു സൈന്യം. അതെ, അതൊരു കൗതുകമുള്ള കാര്യമാണ്. സാധാരണഗതിയിൽ യുവത്വമുള്ളവരെയും ശാരീരിക ക്ഷമതയുള്ളവരെയുമാണല്ലോ പട്ടാളത്തിൽ ചേർക്കുന്നത്. ഈ 90 വയസ്സുള്ള ഒരാള് എങ്ങനെയാണൊരു യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്? ഇതിന്റെ യഥാർത്ഥ യുക്തി എന്താണ്? അവിടെയാണ് നമ്മൾ ബാഹ്യമായ യുദ്ധവും ആത്മീയ യുദ്ധവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. ഈ സേന അതിർത്തികയിലുള്ള ഏതെങ്കിലും ശത്രുവിനോടല്ല പോരാടുന്നത്, മറിച്ച് വളരെ ശക്തിശാലിയായ മായയോടാണ്. മായ എന്ന് പറയുമ്പോൾ നമ്മുടെ തന്നെ ഉള്ളിലുള്ള 5 വികാരങ്ങളാണ്. ഈ യുദ്ധത്തിൽ ശാരീരികമായ കരുത്തിന് യാതൊരു പ്രസക്തിയുമില്ല കേട്ടോ. നിങ്ങളുടെ മസിലുകളോ ശാരീരികമായ പ്രായമോ ഇവിടെ ഒരു വിഷയമേ അല്ല. അപ്പോ മനസ്സിന്റെ കരുത്താണ് പ്രധാനമല്ലേ? കൃത്യം. നിങ്ങളുടെ ഇച്ഛാശക്തി, ആത്മീയമായ കരുത്ത്, തിരിച്ചറിവ് എന്നിവയാണ് ഇവിടെ ആയുധങ്ങൾ. അതുകൊണ്ടാണ് 14 വയസ്സുകാരനും 90 വയസ്സുകാരനും ഈ സേനയിൽ ഒരേപോലെ പോരാടാൻ കഴിയുന്നത്. ഈ യുദ്ധത്തിൽ നമ്മളെ തോൽപ്പിക്കാൻ മായ പ്രധാനമായും ഉപയോഗിക്കുന്നത് നമ്മുടെ സ്വന്തം കർമ്മേന്ദ്രിയങ്ങളെയാണ്. അത് വളരെ ശരിയാണ്. ഇതിൽ തന്നെ ഏറ്റവും കടുത്ത ശത്രുവായി ബാബ എടുത്തു കാണിക്കുന്നത് നമ്മുടെ കണ്ണുകളെയാണ്. അവിടെ എനിക്കൊരു ചെറിയ സംശയമുണ്ട്. ശാസ്ത്രീയമായി നോക്കിയാൽ കണ്ണുകളെന്ന് പറയുന്നത് വെറുമൊരു ക്യാമറ ലെൻസ് പോലെയല്ലേ? പുറത്തുള്ള വെളിച്ചം ഉള്ളിലേക്ക് കടത്തിവിടുന്ന ഒരു ചെറിയ അവയവം മാത്രം. അതെ, അങ്ങനെ പറയാം. അത് തനിയെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. പിന്നെ എന്തിനാണ് ഈ അവയവത്തെ ഇത്ര വലിയൊരു ശത്രുവായി നമ്മൾ ചിത്രീകരിക്കുന്നത്? ആ ക്യാമറ ലെൻസ് എന്ന ഉപമ വളരെ കൃത്യമാണ് കേട്ടോ. കണ്ണുകൾ വെറുമൊരു ലെൻസ് മാത്രമാണ്. പക്ഷേ ആ ലെൻസ് ഘടിപ്പിച്ചിരിക്കുന്നൊരു ഹാർഡ് ഡ്രൈവ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ മനസ്സ് അഥവാ ആത്മാവ്. ശരിയാണ്. ആ ഹാർഡ് ഡ്രൈവിൽ എന്താണുള്ളത്? നൂറ്റാണ്ടുകളായി, പല ജന്മങ്ങളായി നാം ശേഖരിച്ചു വച്ചിരിക്കുന്ന ശരീരബോധമെന്ന വലിയൊരു വൈറസ് അതിലുണ്ട്. അതുകൊണ്ട് സംഭവിക്കുന്നതെന്താണെന്നാൽ, ലെൻസ് ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ യാതൊരു ഫിൽട്ടറുമില്ലാതെ ഈ പഴയ വൈറസ് പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോ അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. അതെ. ബാബ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. സ്വന്തമായി പത്നിയുണ്ടെങ്കിൽ കൂടി മറ്റൊരു സുന്ദരിയായ സ്ത്രീയെ കാണുമ്പോൾ കണ്ണുകൾ പെട്ടെന്ന് ചഞ്ചലപ്പെടും. കണ്ണുകൾക്ക് അവരെ സ്പർശിക്കണമെന്ന് ഹൃദയത്തിൽ തോന്നും. ഇവിടെ ലെൻസിന്റെ കുഴപ്പമല്ല, ഉള്ളിലെ ആ പ്രോഗ്രാമിംഗിന്റെ കുഴപ്പമാണ്. അപ്പോൾ ഈ ഭക്തിമാർഗത്തിൽ സൂർദാസിനെ പോലെയുള്ളവർ സ്വന്തം കണ്ണുകൾ പിഴുതെടുത്തതായി പറയുന്ന കഥകളുടെ അടിസ്ഥാനം ഇതാണല്ലേ? കാഴ്ചകൾ കാണാതിരുന്നാൽ ഈ വൈറസ് പ്രവർത്തിക്കില്ല എന്ന ചിന്തയാകാം അവരെ അതിന് പ്രേരിപ്പിച്ചത്. അതെ. അതുപോലെ തന്നെ സന്യാസിമാർ എപ്പോഴും കണ്ണുകൾ അടച്ചിരിക്കുന്നതും സ്ത്രീകളെ സഭകളിൽ പിറകിലിരുത്തുന്നതുമൊക്കെ ഈയൊരു ഭയം കൊണ്ടായിരിക്കണം. അവരെല്ലാം ഹാർഡ്വെയർ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഹാർഡ്വെയറിനെ മൂടിവെക്കാനോ ആണ് ശ്രമിച്ചത്. അത് ശരിയാ, പക്ഷെ അതൊരു ശാശ്വത പരിഹാരമല്ലല്ലോ. അല്ല. എന്നാൽ ബാബയുടെ രീതി അതല്ല. ബാബ നമ്മളോട് കണ്ണുകൾ പിഴുതെടുക്കാനല്ല പറയുന്നത്, മറിച്ച് ഉള്ളിലെ ആ സോഫ്റ്റ്വെയർ മാറ്റാനാണ്. അതായത് നാം എല്ലാവരും ആത്മാക്കളാണ്,
പരസ്പരം സഹോദര സഹോദരിമാരാണെന്ന് സദാ ബുദ്ധികൊണ്ട് മനസ്സിലാക്കണം എന്ന് ബാബ കർശനമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. വാവ്, സഹോദര സഹോദരിമാർ എന്ന് പറയുമ്പോൾ ആ ബ്രഹ്മകുമാർ കുമാരിമാർ എന്ന സങ്കല്പം കൃത്യമായിട്ട് ബുദ്ധി കൊണ്ടുള്ള ഈ മാറ്റം, അതായത് ഈ ആത്മീയ കാഴ്ചപ്പാട് വരികയാണെങ്കിൽ പിന്നെ കണ്ണുകൾ തുറന്നിരുന്നാലും മായയ്ക്ക് നമ്മെ സ്വാധീനിക്കാൻ കഴിയില്ല. അത് വളരെ വ്യക്തമാണ്. ഹാർഡ്വെയർ തകർക്കുന്നതിന് പകരം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക. എന്നാൽ ഈ അപ്ഡേറ്റ് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ലല്ലോ. തീർച്ചയായും അല്ല. നമ്മുടെ മനസ്സ് എപ്പോഴാണ് പഴയ രീതിയിലേക്ക് തിരിച്ചു പോകുന്നതെന്ന് നമുക്ക് തന്നെ മനസ്സിലാകില്ല. ഇതിനൊരു പ്രായോഗികമായ പരിഹാരം വേണ്ടേ? അവിടെയാണ് ബാബ പറയുന്ന ദിവസേനയുള്ള കണക്കുപുസ്തകം അഥവാ ഡയറി എഴുതുന്ന ശീലം പ്രസക്തമാകുന്നു എന്നെനിക്ക് തോന്നുന്നു. ഇതിനെക്കുറിച്ച് ബാബ പറയുന്നത് എന്താണ്? അതെ, ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു ആന്റിവൈറസ് സ്കാനിംഗ് ആണ് ഈ ഡയറി. ബാബ പറയുന്നു, ദിവസവും നമ്മുടെ ഈ ആത്മീയ കണക്ക് പുസ്തകം അഥവാ ചാർട്ട് നമ്മൾ പരിശോധിക്കണമെന്ന്. ഇതൊരു സാധാരണ ഡയറി എഴുത്താണോ? അല്ലല്ല, ഇതൊരു സാധാരണ ഡയറി എഴുത്തല്ല. രാത്രി ഉറങ്ങുന്നതിനു മുൻപ് അന്ന് മുഴുവൻ ഏതൊക്കെ കർമ്മേന്ദ്രിയങ്ങളാണ് നമ്മളെ ചതിച്ചതെന്ന് കൃത്യമായി എഴുതിവെക്കണം. ഉദാഹരണത്തിന്, വിവേകശാലികളായ കുട്ടികൾ തങ്ങളുടെ ഡയറിയിൽ ഇന്ന് ഇന്നയാളെ കണ്ടപ്പോൾ എന്റെ ദൃഷ്ടി പോയി, മോശമായ ചിന്ത വന്നു എന്ന് കൃത്യമായി കുറിച്ചുവെക്കണം. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? അതെ. എന്നിട്ട് തെറ്റു മനസ്സിലാക്കിയാൽ സ്വയം ശിക്ഷിക്കുകയും വേണമെന്ന് ബാബ പറയുന്നുണ്ട്. പക്ഷേ ദിവസവും ഇങ്ങനെ സ്വന്തം തെറ്റുകൾ ചികഞ്ഞെടുത്ത് എഴുതുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? ഇതൊരു വല്ലാത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കില്ല നമുക്ക്? എന്തിനാണ് ഇത്രയും കണിശമായ ഒരു ഓഡിറ്റിംഗ്? അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എങ്കിലും അത്യാവശ്യമാണ്. കാരണം നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾ നമ്മളെ ചതിക്കുന്നത് വളരെ സൂക്ഷ്മമായിട്ടാണ്. നമ്മൾ പോലും അത് പലപ്പോഴും അറിയില്ല. നമ്മൾ ഈ കണ്ണുകളെ പൂർണ്ണമായും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ആത്മീയ പദവി ഭ്രഷ്ടമാകുമെന്ന് ബാബ വളരെ ഗൗരവത്തോടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അങ്ങനെ എഴുതി വെക്കുന്നത് ഒരു അവബോധമുണ്ടാക്കുമല്ലേ? അതെ, ഒരു തെറ്റ് എഴുതി വെക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അതൊരു വലിയ സന്ദേശമാണ് നൽകുന്നത്. ഞാൻ നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന്. ആ ഒരു തിരിച്ചറിവ് അടുത്ത ദിവസം അതേ തെറ്റ് ആവർത്തിക്കുന്നതിൽ നിന്നും നമ്മളെ തടയും. നിരീക്ഷണം വളരെ പ്രധാനമാണ് കേട്ടോ. ഈ ഓഡിറ്റിംഗിൽ കണ്ണുകൾ മാത്രമല്ല, ബാബ മറ്റൊരു കർമ്മേന്ദ്രിയമായ നാവിനെക്കുറിച്ചും വളരെ വ്യക്തമായി സംസാരിക്കുന്നുണ്ടല്ലോ. തീർച്ചയായും. ആദ്യകാലങ്ങളിൽ, അതായത് യജ്ഞത്തിന്റെ തുടക്കത്തിൽ സഭ കൂടുന്ന സമയത്ത് എല്ലാവരും തങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറയുമായിരുന്നു എന്ന് ബാബ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യമുണ്ട്. എന്താണത്? ആരെങ്കിലും യജ്ഞത്തിൽ നിന്ന് ഒഴിച്ചിരുന്ന് എന്തെങ്കിലും കഴിച്ചാൽ അതൊരു വലിയ മോഷണമായിട്ടാണ് ബാബ കണക്കാക്കുന്നത്. കക്ക മോഷ്ടിച്ചവൻ ലക്ഷം മോഷ്ടിച്ചതിന് സമാനമാണ് എന്ന് ബാബ വളരെ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എനിക്കിവിടെ ഒരു സംശയമുണ്ട്. എല്ലാവരും ഒരുമിച്ച് കഴിയുന്നൊരു സ്ഥലത്ത് ആരും അറിയാതൊരു ചെറിയ പലഹാരമോ മറ്റോ കഴിക്കുന്നത് ഇത്ര വലിയൊരു തെറ്റാണോ? ലക്ഷം മോഷ്ടിക്കുന്നതിന് തുല്യമായി അതിനെ കാണുന്നത് ഒരു അമിതമായ വിലയിരുത്തലല്ലേ? ഒറ്റനോട്ടത്തിൽ അതൊരു ചെറിയ കാര്യമായി തോന്നാം. പക്ഷേ ഇതിന് പിന്നിലെ ആത്മീയ ശാസ്ത്രം വളരെ ഗഹനമാണ്. ഇത് ഏതെങ്കിലും ഒരു സാധാരണ സ്ഥലത്ത് നിന്ന് ഭക്ഷണം എടുക്കുന്ന കാര്യമല്ല. ഇത് യജ്ഞമാണ്, ശിവബാബയുടെ യജ്ഞം. അവിടെ സമർപ്പിക്കപ്പെട്ടതെല്ലാം ഈശ്വരൻ്റേതാണല്ലോ. അതെ, അവിടെ നിന്ന് ആരും അറിയാതെ, അതായത് ഈശ്വരനെ പോലും മറച്ചുവെച്ചുകൊണ്ട് ഒളിച്ചിരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാവിന്റെ ആ ചെറിയ രുചിക്കു വേണ്ടി നിങ്ങൾ ഈശ്വരനെ വഞ്ചിക്കുന്നു എന്നാണ് അർത്ഥം. ഇവിടെ ആ ഭക്ഷണത്തിന്റെ സാമ്പത്തിക മൂല്യമല്ല പ്രശ്നം. പിന്നെയോ? മറിച്ച് ആ വ്യക്തിയുടെ സത്യസന്ധതയിൽ വന്ന വലിയൊരു വിള്ളലാണ്. ഒരു വലിയ അണക്കെട്ടിലുണ്ടാകുന്ന ഒരു ചെറിയ വിള്ളൽ മതി ആ അണക്കെട്ട് മുഴുവൻ തകരാൻ. അതുപോലെ ഈ ചെറിയ കള്ളത്തരം നമ്മുടെ ആത്മീയ അടിത്തറയെയാണ് തകർക്കുന്നത്. അതുകൊണ്ടാണ് കക്ക മോഷ്ടിച്ചവൻ ലക്ഷ്യം മോഷ്ടിച്ചതിന് സമാനമാണ് എന്ന് ബാബ പറയുന്നത്. ഇത്രയും ചെറിയ കാര്യങ്ങളിൽ പോലും കർമ്മേന്ദ്രിയങ്ങളുടെ മേൽ നിയന്ത്രണമില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഉയർന്ന പദവി നേടും? അത് വളരെ ചിന്തിപ്പിക്കുന്നൊരു കാഴ്ചപ്പാടാണ് കേട്ടോ. അപ്പോൾ യഥാർത്ഥ പ്രശ്നം ആ ചെറിയ സാധനത്തിലല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ വിശ്വസ്തതയിലാണ്. എത്രത്തോളം കഠിനമാണ് ഈ ആത്മീയ യാത്രയെന്ന് ഇത് കാണിച്ചു തരുന്നുണ്ട്. അതെ, ഇത് വളരെ സൂക്ഷ്മമായ ഒരു യാത്രയാണ്. അങ്ങനെയെങ്കിൽ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നമ്മൾ സത്യയുഗത്തെക്കുറിച്ച് അഥവാ സ്വർഗത്തെക്കുറിച്ച് പറയാറുണ്ടല്ലോ. മനുഷ്യൻ പൂർണ്ണതയിലെത്തുന്ന ആ കാലഘട്ടത്തിലും ഈ കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള ഈ കഠിനമായ പ്രയത്നമുണ്ടോ?
അതോ അവിടെ ഈ പോരാട്ടം അവസാനിക്കുമോ? അവിടെയാണ് നമ്മൾ ജീവിക്കുന്ന ഈ സമയത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കേണ്ടത്. സത്യയുഗത്തിൽ ഒരിക്കലും ഈ പോരാട്ടമില്ല. അതാണ് സത്യയുഗവും നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ സമയവും തമ്മിലുള്ള വ്യത്യാസം. ഓ, അപ്പോ അവിടെ ഇങ്ങനൊരു പ്രശ്നമേ ഇല്ലാലേ? ഇല്ലില്ല. സത്യയുഗത്തിൽ വികാരങ്ങളോ ചീത്ത ചിന്തകളോ ഇല്ല. കാരണം അവിടെ രാവണരാജ്യമില്ല. അവിടെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം പോലുമില്ല. എല്ലാം വളരെ സ്വാഭാവികമായി പൂർണ്ണ പവിത്രതയോടെയാണ് അവിടെ നടക്കുന്നത്. സത്യയുഗത്തിലും ഈ ചിന്തയും പോരാട്ടവും ഉണ്ടെങ്കിൽ പിന്നെ നരകവും സ്വർഗവും തമ്മിലുള്ള വ്യത്യാസമെന്താണ്? അത് ശരിയാണ്. നമ്മളിപ്പോൾ ജീവിക്കുന്നത് പുരുഷോത്തമ സംഗമയുഗത്തിലാണ്. അതായത് മനുഷ്യനിൽ നിന്ന് ദേവതയായി മാറാനുള്ള അഥവാ നരനിൽ നിന്നും നാരായണനാകാനുള്ള കഠിനമായ പ്രയത്നത്തിലാണ് നാം ഇപ്പോഴുള്ളത്. അതിനാൽ ഇവിടെ വെച്ച് ഈ സമയത്ത് നാം കർമ്മേന്ദ്രിയങ്ങളെ ജയിച്ചേ തീരൂ. എന്നാൽ മാത്രമേ സത്യയുഗത്തിൽ നമുക്ക് ആ ഉയർന്ന യാതൊരു പ്രയത്നവുമില്ലാത്ത ജീവിതം ലഭിക്കുകയുള്ളൂ. ഈ അറിവുകളൊക്കെ ശരിക്കും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. എന്നാൽ ഈ അറിവൊക്കെ നമുക്ക് നൽകുന്നതാരാണ് എന്നതിനെക്കുറിച്ചും ബാബയെന്ന് സംസാരിക്കുന്നുണ്ട്. ഇത്രയും ആഴത്തിലുള്ള ജ്ഞാനം, സത്യയുഗത്തെക്കുറിച്ചും സംഗമയുഗത്തെക്കുറിച്ചുമുള്ള ഈ രഹസ്യങ്ങൾ, ഇതിന്റെ യഥാർത്ഥ ഉറവിടമെന്താണ്? ബാബ ഇന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഈ കാര്യങ്ങൾ പറയുന്നത് ദാതയല്ല, അതായത് ബ്രഹ്മാവല്ല, മറിച്ച് ശിവബാബയാണ്. ശരീരമില്ലാത്ത പരമാത്മാവായ ശിവബാബ ബ്രഹ്മാവിന്റെ ശരീരം ലോൺ അഥവാ വാടകയ്ക്കെടുത്തിരിക്കുകയാണ്. അതൊരു പ്രത്യേക രീതിയാണല്ലോ. അതെ, ഈ ശരീരം തമോ പ്രധാനമാണ്, അതായത് പ്രായമായതും സാധാരണവുമായൊരു ശരീരമാണ്. ഇതിൽ പ്രവേശിച്ചാണ് ബാബ ഈ അറിവുകൾ നൽകുന്നത്. നമ്മളെപ്പോലെ തന്നെ ബ്രഹ്മാവും ഒരു വിദ്യാർത്ഥിയായി ഈ ജ്ഞാനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഈ ജ്ഞാനം ബ്രഹ്മാവ് സ്വന്തമായി ഉണ്ടാക്കിയതല്ല. ലോൺ എന്ന് പറയുന്ന വാക്ക് വളരെ കൃത്യവും കൗതുകകരവുമാണ്. സ്വന്തം ശരീരമില്ലാത്തതിനാൽ തന്റെ കുട്ടികളോട് സംസാരിക്കാനും അവരെ പഠിപ്പിക്കാനും പരമപിതാവും മറ്റൊരു ശരീരം വാടകയ്ക്കെടുക്കുന്നു. ഇതിന്റെ ഒരു മെക്കാനിസം ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ്. അതെ, ബാബ ത്രികാലദർശിയും ത്രിനേത്രിയുമാണ്. അതായത് ഭൂതം, ഭാവി, വർത്തമാനം എന്നീ 3 കാലങ്ങളെക്കുറിച്ചും പൂർണ്ണമായി അറിയുന്നവൻ. ലോകത്തിലുള്ള മറ്റു ധർമ്മസ്ഥാപകർക്കൊന്നും മനുഷ്യർക്ക് ഇത്തരത്തിൽ സദ്ഗതി നൽകാൻ കഴിയില്ല എന്ന് ബാബ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോ അവരെ ഗുരു എന്ന് വിളിക്കാൻ പാടില്ലേ? അവരെ നമ്മൾ ഗുരു എന്ന് വിളിക്കാൻ പാടില്ല. കാരണം അവർ കേവലം ഓരോരോ ധർമ്മങ്ങൾ സ്ഥാപിക്കാൻ നിമിത്തമായി മാറുന്നവരാണ്. അവരെ ഓർമ്മിക്കുന്നതിലൂടെ നമ്മുടെ പാപങ്ങളോ വികർമ്മങ്ങളോ വിനാശമാവുകയുമില്ല. സർവരുടെയും സദ്ഗതി ചെയ്യുന്നത് ഒരു ബാബ മാത്രമാണ്. ശിവബാബയെ ഓർമ്മിച്ചാൽ മാത്രമേ വികർമ്മങ്ങൾ വിനാശമാവുകയുള്ളൂ. അപ്പോൾ ഇത്രയും മഹത്തായൊരു സത്യം, അതായത് സർവരുടെയും സദ്ഗതിദാതാവ് വന്നിട്ടുണ്ട് എന്ന സത്യം ലോകം മുഴുവൻ അറിയേണ്ടതല്ലേ? ചിലർ മാത്രം ഇതറിയുന്നത് നീതിയല്ലല്ലോ. അതെ, എല്ലാവരും അറിയണം. ഇതിനെക്കുറിച്ച് ബാബയുടെ ആവേശം ഇന്ന് മുരളിയിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. വിമാനത്തിലൂടെ നോട്ടീസുകൾ താഴെയിടുന്നതിനെക്കുറിച്ചും പത്രങ്ങളിൽ പരസ്യം നൽകുന്നതിനെക്കുറിച്ചും ബാബ വളരെ ആവേശത്തോടെയാണ് പറയുന്നത്. ഭാവിയിൽ ആരും വന്ന് ശിവബാബ വന്നത് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പരാതി പറയാൻ പാടില്ല. ഭാരതം മുഴുവൻ, അല്ല ലോകം മുഴുവൻ ഈ സന്ദേശം എത്തിക്കാൻ ബാബ പല യുക്തികളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. തീർച്ചയായും അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. ബാബ പറയുന്നു, നമ്മളാണ് ശിവശക്തി പാണ്ഡവസേന, നമ്മളാണ് ലോകത്തിന് വഴികാട്ടികൾ. ഈ ഇരുണ്ട ലോകത്തിന് ശാന്തിധാമത്തിന്റെയും സുഖധാമത്തിന്റെയും വഴി കാണിച്ചു കൊടുക്കേണ്ടത് നമ്മളാണ്. അതിപ്പോ പത്രങ്ങളിലൂടെയോ നോട്ടീസിലൂടെയോ ആവാമല്ലേ? അതെ, ഏതു മാധ്യമങ്ങളിലൂടെയോ ആകാം. എല്ലാവരിലും ഈ സന്ദേശം എത്തണം. പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മറ്റുള്ളവർക്ക് വഴി കാണിക്കുന്നതിനു മുൻപ് നാം നമ്മളെ തന്നെ തിരുത്തുകയും പൂർണ്ണരാക്കുകയും വേണ്ടേ? അതിനാണ് മുരളിയിൽ ബാബ ധാരണ, വരദാനം, സ്ലോഗൻ, അവ്യക്ത സൂചന എന്നിവയിലൂടെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നത്. അതെ, നമ്മൾ തമ്മിലെ എങ്ങനെ തിരുത്തണമെന്നുള്ളതിന്റെ പ്രാക്ടിക്കൽ ഗൈഡാണ് ആ ഭാഗങ്ങൾ. നമുക്കിന്നത്തെ മുരളിയിലെ ഈ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ ഓരോന്നായി പരിശോധിക്കാം. ആദ്യം ധാരണയ്ക്കുള്ള മുഖ്യസാരം. അതിലെന്താണ് ബാബ പ്രധാനമായും പറയുന്നത്? ബാബ ഇതിൽ പ്രധാനമായും പറയുന്നത് നമ്മളിലുള്ള മോശം ശീലങ്ങളെ സ്വയം പരിശോധിച്ച് ഇല്ലാതാക്കാൻ പ്രയത്നിക്കണമെന്നാണ്. നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ സത്യമായ കണക്കുപുസ്തകം സൂക്ഷിക്കണം. അതോടൊപ്പം അല്പം പോലും കുദൃഷ്ടി വയ്ക്കരുത്.
നമ്മുടെ സ്വന്തം ഉന്നതിയെക്കുറിച്ച് മാത്രം ചിന്തിക്കണം. അത് കഴിഞ്ഞാൽ വരുന്നത് ഇന്നത്തെ വരദാനമാണ്. ഇന്നത്തെ വരദാനം കേൾക്കുന്നവർ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒന്നാണ്. ബാബ പറയുന്നു, സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും ഓരോ ആജ്ഞയെയും പാലിക്കുന്ന സമ്പൂർണ്ണ ആജ്ഞാകാരിയായി ഭവിക്കട്ടെ എന്ന്. ഇവിടെ സ്ഥൂലം, സൂക്ഷ്മം എന്നീ 2 വാക്കുകൾ ബാബ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരാജ്ഞ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ന കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കുക. പിന്നെ എന്താണ് ഈ സൂക്ഷ്മമായ ആജ്ഞകൾ? വളരെ നല്ലൊരു ചോദ്യമാണത്. ബാബ വിശദീകരിക്കുന്നത്, ആരാണോ സൂക്ഷ്മമായ ആജ്ഞകൾ പാലിക്കുന്നത് അവർക്ക് മാത്രമേ സ്ഥൂലമായ ആജ്ഞകൾ പാലിക്കാനുള്ള ശക്തി ലഭിക്കുകയുള്ളൂ എന്നാണ്. സ്ഥൂലമായ ആജ്ഞകൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തികളാണ്. അപ്പൊ സൂക്ഷ്മമോ? സൂക്ഷ്മവും മുഖ്യവുമായ ആജ്ഞ എന്താണെന്നാൽ നിരന്തരം ഓർമ്മയിൽ കഴിയുക, അഥവാ മനസാ വാചാ കർമ്മണ പവിത്രമായിരിക്കുക എന്നതാണ്. അതായത് പുറമേ നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ലായിരിക്കാം, പക്ഷേ നമ്മുടെ മനസ്സിൽ, നമ്മുടെ സങ്കല്പത്തിൽ പോലും അപവിത്രതയോ അശുദ്ധിയോ ഉണ്ടാകാൻ പാടില്ല. ബാബ ഓർമ്മിപ്പിക്കുന്നു, സങ്കല്പത്തിലെങ്കിലും പഴയ അശുദ്ധ സംസ്കാരം നിങ്ങളെ സ്പർശിക്കുന്നുവെങ്കിൽ അവരെ സമ്പൂർണ്ണ വൈഷ്ണവർ അഥവാ സമ്പൂർണ്ണ പവിത്രർ എന്ന് വിളിക്കില്ല എന്ന്. യാതൊരു സങ്കല്പവും ബാബയുടെ ആജ്ഞ കൂടാതെ നടക്കരുത്. അതാണ് യഥാർത്ഥ സമ്പൂർണ്ണ ആജ്ഞാകാരി. അത് വളരെ ഗഹനമാണ്. സങ്കല്പങ്ങളെ, അതായത് ചിന്തകളെ നിയന്ത്രിക്കുക എന്നതാണ് ഏറ്റവും വലിയ കടമ്പ. പുറമേ നല്ലവനായി നടക്കാൻ എളുപ്പമാണ്, പക്ഷെ ഉള്ളിലെ ചിന്തകൾ പവിത്രമാകുമ്പോഴാണ് ശരിക്കുമുള്ള മാറ്റമുണ്ടാകുന്നത്. തീർച്ചയായും. ഇനി ഇന്നത്തെ സ്ലോഗൻ എന്താണെന്ന് നോക്കാം. ഇന്നത്തെ സ്ലോഗൻ ഇതാണ്: ബാബയെ അറിഞ്ഞ് ഹൃദയം കൊണ്ട് ബാബ എന്ന് പറയുക. ഇതാണ് ഏറ്റവും വലിയ വിശേഷത. ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, വെറുതെ നാവുകൊണ്ട് യാന്ത്രികമായി ബാബ ബാബ എന്ന് ജപിക്കുന്നതിലല്ല കാര്യം. മറിച്ച് പൂർണ്ണമായ അറിവോടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നുള്ള ഒരു ബന്ധം സ്ഥാപിക്കാനാണ് ബാബ ആവശ്യപ്പെടുന്നത് എന്നാണ്. 100% ശരിയാണ്. ഹൃദയത്തിൽ നിന്നുള്ള ആ വെളിയിലാണ് സ്നേഹവും സമർപ്പണവുമുള്ളത്. ഇനി അവസാനമായി ഇന്നത്തെ അവ്യക്ത സൂചന കൂടി നോക്കാം. അവ്യക്ത സൂചന നൽകുന്ന സന്ദേശം വളരെ ശക്തമാണ് കേട്ടോ. സദാ അചഞ്ചല, സുദൃഢ, ഏകരസസ്ഥിതിയുടെ അനുഭവം ചെയ്യുക എന്നാണ് ഇന്നത്തെ അവ്യക്ത സൂചന. ഈ ഏകരസസ്ഥിതി ഉണ്ടാക്കാൻ നാം ഒരു കർമ്മയോഗിയായി മാറണം. കർമ്മയോഗിയാകുക, ഏകരസസ്ഥിതി എന്നൊക്കെ പറയുമ്പോൾ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ദേഷ്യം പിടിപ്പിക്കുന്ന ആളുകളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ ഇതെങ്ങനെയാണ് പ്രായോഗികമാക്കുക? ബാബ അതിനൊരു മനോഹരമായ വഴിയും പറയുന്നുണ്ട്. ആര് വന്നാലും, അവർ നിങ്ങളോട് എത്ര മോശമായി പെരുമാറുന്നവരായാലും അവരെ സാക്ഷിയായി കാണുക, ഡിറ്റാച്ച്ഡ് ഒബ്സർവറായിട്ട്. അപ്പോൾ വൈകാരികമായിട്ട് പ്രതികരിക്കരുതല്ലേ? അതെ, ആ സാഹചര്യത്തിൽ നിന്ന് വൈകാരികമായി മാറി നിൽക്കുക, ജ്ഞാനത്തിലൂടെ അവരെ മനസ്സിലാക്കുക. അതായത്, ഈ ലോകനാടകത്തിൽ ഇവരുടെ ഈ പാർട്ടാണിപ്പോൾ നടക്കുന്നത്, അവർ മായയുടെ സ്വാധീനത്തിലാണ് എന്ന് തിരിച്ചറിയുക. നല്ലതിന് നല്ലതെന്ന് മനസ്സിലാക്കുക. ഇനി അവരുടെ പ്രവൃത്തി മോശമായതാണെങ്കിൽ പോലും അവരോട് ദേഷ്യപ്പെടുന്നതിനു പകരം ദയാമനസ്കരായി കരുണാഭാവത്തോടെ അവരെ പരിവർത്തനം ചെയ്യാനുള്ള ശുഭഭാവന വെച്ചു പുലർത്തുക. ഇതാണ് ഏകരസസ്ഥിതി അഥവാ എപ്പോഴും ഒരേപോലെയുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം. ഒരു വലിയ ചിത്രമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ സ്വന്തം ആന്തരിക ലോകത്തെ കീഴടക്കാനുള്ള ഒരു രൂപരേഖയാണ്. നമ്മൾ കേവലം ശാരീരികമായ ഒരു യുദ്ധത്തിലല്ല, മറിച്ച് 14 മുതൽ 90 വയസ്സുവരെയുള്ളവർ പങ്കെടുക്കുന്ന സ്വന്തം കർമ്മേന്ദ്രിയങ്ങൾക്കെതിരെയുള്ള, പ്രത്യേകിച്ച് കണ്ണുകൾക്കും നാവിനുമെതിരെയുള്ള വലിയ ഒരു ആത്മീയ പോരാട്ടത്തിലാണ്. ശരിയാണ്. നമ്മുടെ പഴയ ശരീരബോധത്താൽ വൈറസ് ബാധിച്ച കാഴ്ചപ്പാടുകളെ മാറ്റാൻ ദിവസേനയുള്ള കർശനമായ കണക്കുപുസ്തകം നാം സൂക്ഷിച്ചേ മതിയാകൂ. ഇതെല്ലാം നാം ചെയ്യുന്നത് ഒരു സാധാരണ മനുഷ്യന്റെ നിർദ്ദേശപ്രകാരമല്ല, മറിച്ച് വാടകയ്ക്കെടുത്ത ശരീരത്തിലൂടെ അഥവാ ലോണെടുത്ത ശരീരത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന പരമപിതാവായ ശിവബാബയുടെ നിർദ്ദേശപ്രകാരമാണ്. അതെ. ഒടുവിൽ ധാരണയിലൂടെയും വരദാനത്തിലൂടെയും മറ്റും ബാബ നമ്മോട് ആവശ്യപ്പെടുന്നത് സങ്കല്പങ്ങളിൽ പോലും അശുദ്ധിയില്ലാത്ത, ഏത് മോശം സാഹചര്യത്തിലും ദയാഭാവത്തോടെ സാക്ഷിയായി നിൽക്കാൻ കഴിയുന്ന ഒരു സമ്പൂർണ്ണ ആജ്ഞാകാരിയാകാനാണ്. വളരെ മനോഹരമായി ആ കാര്യങ്ങൾ ക്രോഡീകരിച്ചു കേട്ടോ. ഈ പോയിന്റുകൾ കേവലം കേട്ട് മറക്കാനുള്ളതല്ല, മറിച്ച് നിരന്തരം ഓർമ്മയിൽ വെച്ച്
ജീവിതത്തിൽ പ്രായോഗികമാക്കാനുള്ളതാണ്. തീർച്ചയായും. അപ്പോൾ ഈ ചർച്ച കേട്ടുകഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങളോട് നേരിട്ടൊരു കാര്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങളുടെ ആത്മീയ കണക്കുപുസ്തകം എങ്ങനെയായിരിക്കും? അതിൽ സത്യസന്ധമായി കാര്യങ്ങൾ എഴുതാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ആ ഒരു മാറ്റം നിങ്ങളിൽ തുടങ്ങാൻ തയ്യാറാണോ? അതിനോടൊപ്പം തന്നെ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി വളരെ രസകരമായൊരു കാര്യം കൂടി ഞാൻ പങ്കുവെക്കാം. നമ്മുടെ കണ്ണുകൾ ശരിക്കും നമ്മുടെ യാഥാർത്ഥ്യത്തെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ, അതായത് ലെൻസിനു പിന്നിലെ നമ്മുടെ ആത്മാവിന്റെ കാഴ്ചപ്പാട് പൂർണ്ണമായും മാറിയാൽ എന്തായിരിക്കും സംഭവിക്കുക? ഒരു അശുദ്ധിയുമില്ലാത്ത, ശരീരബോധത്തിന്റെ യാതൊരു കലർപ്പുമില്ലാത്ത, തികച്ചും പവിത്രമായൊരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് ലഭിച്ചാൽ, നിങ്ങൾക്ക് ചുറ്റുമുള്ള ഈ ലോകം എത്രത്തോളം മനോഹരമായി മാറുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. വെറുപ്പും വിദ്വേഷവും ഇല്ലാതെ എല്ലാവരെയും സഹോദരങ്ങളായി കാണാൻ കഴിഞ്ഞാൽ ഈ ഭൂമി തന്നെ സ്വർഗമായി മാറില്ലേ? ആ ഒരു പവിത്രമായ ലോകം ഇപ്പോൾ നിങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ. ഓം ശാന്തി.